+1 +2 ഒരു എൻട്രൻസ് സ്ഥാപനത്തിലായിരുന്നു. ഓക്കെ. മലപ്പുറം ജില്ലയിൽ. അവിടുന്ന് അത്ര റിസൾട്ട് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ. അപ്പോൾ ഞാൻ റിപ്പീറ്റിന് ബ്രില്യൻറ്റിലേക്ക് വന്നു. ഓക്കെ. അപ്പോൾ ഇതിനു മുൻപ് ഒരു എൻട്രൻസ് സ്ഥാപനത്തിൽ +1 +2 പഠിച്ചു. അതിന് ശേഷമാണ് ബ്രില്യൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിചാരിച്ചൊരു സ്കോർ ആദ്യ ടൈമിൽ കിട്ടിയിരുന്നില്ല. ആദ്യം കിട്ടിയിരുന്ന സ്കോർ എത്രയായിരുന്നു അപ്പോൾ ആ ഒരു കോച്ചിങ് സെന്ററിൽ പഠിച്ചുകൊണ്ടിരുന്നത്? ബ്രില്യൻറ്റ് പൊതുവെ എൻ്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അത് ഫേമസ് ആയിരുന്നു. എൻ്റെ കുടുംബത്തിൽ കുറച്ച് പേര് പഠിച്ചിരുന്നു. എൻട്രൻസ് എക്സാമിലെ റിസൾട്ടുകൾ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ 1ാം റാങ്ക് ഓഫ് കേരളത്തിൽ ബ്രില്യൻറ്റിൽ നിന്നാണെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ബ്രില്യൻറ്റിൽ ചേരാൻ ആഗ്രഹം തോന്നി. ഇവിടെ ആദ്യമായി ബ്രില്യൻറ്റിൽ വന്നപ്പോൾ വേറൊരു ഫീലിംഗ് ആണ് തോന്നിയത്. മുമ്പ് പഠിച്ച പോലെയല്ല. ബ്രില്യൻ്റ് ഒരു സ്ട്രക്ചർ ഉണ്ട്, ബ്രില്യൻറ്റിന് ഒരു സിസ്റ്റം ഉണ്ട് ബ്രില്യൻറ്റിന്. ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നു. ആദ്യത്തെ എക്സാമിൽ എനിക്ക് കിട്ടിയ സ്കോർ ഒരു 200 റേഞ്ച് ആയിരുന്നു. അതൊരു ഈസി എക്സാം ആയതുകൊണ്ടാണ്. പിന്നെ എൻ്റെ മാർക്ക് കുറഞ്ഞ് കൂടി അവസാനം ഒരു 200 മേലെ കൺസിസ്റ്റൻ്റ്ലി ഞാൻ പോകാൻ തുടങ്ങി. ഇവിടുത്തെ എക്സാം അത് സഹായിച്ചു. ഇവിടുത്തെ CBT ടെസ്റ്റ് ഒരു ജെയ്മെയിൻ ഫീലായതുകൊണ്ട് ജെയ്മെയിൻ എളുപ്പമായി. ഓക്കെ. അതായത് സിനാൻ മാത്രമല്ല +1 +2 മറ്റൊരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സിനാൻ്റെ കൂടെ അവിടെ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ബ്രില്യൻറ്റിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരുമിച്ച് മറ്റൊരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് ഒരുമിച്ച് ബ്രില്യൻറ്റിലേക്ക് വന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് 99% സ്കോറിന് മുകളിൽ കരസ്ഥമാക്കാൻ സാധിച്ചു. 24th ഷിഫ്റ്റ് 2 ആയിരുന്നു. അന്ന് ഞാൻ എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യനൊക്കെ നോക്കി. അപ്പോൾ മനസ്സിലായി ഈ ക്വസ്റ്റ്യനൊക്കെ ഇവിടുത്തെ മോഡൽ എക്സാമിൽ ചോദിച്ച അതേ ടൈപ്പ് ചോദ്യമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. ഞാൻ എഴുതി. ആ കോൺഫിഡൻസിലൂടെ എനിക്ക് ഹായ് ഓൾ, ജെയ്മെയിൻ 2025 ഫസ്റ്റ് സെഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും 99% സ്കോറിന് മുകളിൽ കരസ്ഥമാക്കാൻ സാധിച്ചത് 295-ലധികം വിദ്യാർത്ഥികളാണ്. കേരളത്തിൽ മറ്റെവിടെയും ഇത്രയും വലിയ റിസൾട്ട് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് ബ്രില്യൻ സ്റ്റഡി സെന്ററിന് മാത്രമാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്. ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അത് അത്ര വലിയ വിജയം നേടാൻ സാധിച്ചത്. അതിലൊരാളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, ഷിനാൻ. ഷിനാന്റെ സ്വദേശവും ഷിനാന്റെ മറ്റ് വിവരങ്ങളും എല്ലാം ഷിനാൻ തന്നെ നമ്മളോട് പറയും. എൻ്റെ പേര് ഷിനാൻ പൊറോളി. ഞാൻ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥിയാണ്. ജെയ്മെയിൻ സെഷൻ 1 എനിക്ക് 99.37% കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഓക്കെ. അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. ഹാപ്പിയാണ്. യെസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഉണ്ട്. ഒപ്പം ഷിനാന്റെ മാതാപിതാക്കളും ഉണ്ട് അല്ലെ, മലപ്പുറത്ത് നിന്നും. ഷിനാന്റെ മാതാപിതാക്കളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തും. അവർ എന്ത് ചെയ്യുന്നു? എൻ്റെ ഫാദർ മുജീബ് റഹ്മാൻ പൊറോളി സൗദിയിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. എൻ്റെ മദർ ജസീന ഒരു ഹൗസ് വൈഫാണ്. പിന്നെ സിബ്ലിങ്സ്? എൻ്റെ സിബ്ലിങ്സ് ചെറിയ 2 ആൾക്കാരും മൂത്ത ഒരു ബ്രദറുണ്ട്. മൂത്ത ബ്രദർ ഷുഹൈബ് കോളേജിലാണ്. പിന്നെ ഒരു അനിയനുണ്ട്, അനിയത്തിയുണ്ട്, ഷെഫിൻ, സിയാന. അവർ സ്കൂളിൽ പഠിക്കുന്നു. ഫാമിലി എല്ലാവരും വളരെ ഹാപ്പിയാണ്. റിസൾട്ട് ഒക്കെ വന്നപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു? അതെ, വളരെ ഹാപ്പിയാണ്. സിനാൻ, അപ്പോൾ നല്ലൊരു സ്കോർ കരസ്ഥമാക്കി ഏറെ അഭിമാനത്തോടെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സിനാൻ പഠിച്ചിരുന്ന സ്കൂളൊക്കെ എവിടെയാണ്? ഞാൻ 10 വരെ ഒരു CBSE സ്കൂളിലാണ് പഠിച്ചത്. ഫ്ലോറിയേറ്റ് സ്കൂൾ എന്ന് പറയും. പിന്നെ +1 +2 സ്റ്റേറ്റിലേക്ക് മാറി. സ്റ്റേറ്റ് കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് ഞാൻ PTM സ്കൂൾ മലപ്പുറം, അവിടെയാണ് +1 +2 പഠിച്ചത്. ഓക്കെ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സിനാന്റെ ഒരു ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും ഒരു IIT-യിൽ ഒരു അല്ലെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ബ്രില്യന്റിന്റെ ഭാഗമാവുന്നത്. ഇപ്പോൾ ഒരു വർഷം റിപ്പീറ്റഡ് പ്രോഗ്രാമിലെ വിദ്യാർത്ഥിയായിരുന്നു അല്ലെ. റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്ര വലിയ സ്കോർ നേടിയെടുത്തിരിക്കുന്നത്. യെസ്. അപ്പോൾ 99.37 എന്ന സ്കോർ കരസ്ഥമാക്കിയ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ് ഷിനാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രില്യന്റിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് അറിഞ്ഞു തുടങ്ങുന്നത് എന്നുള്ളതാണ്. ബ്രില്യൻറ്റ് പൊതുവെ എൻ്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അത് ഫേമസ് ആയിരുന്നു. എൻ്റെ കുടുംബത്തിൽ കുറച്ച് പേര് പഠിച്ചിരുന്നു. ഓക്കെ. വീട്ടിൽ ഒരുപാട് റിസൾട്ടുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. കസിൻസിനൊക്കെ മീൻസ് മെഡിക്കൽ മേഖലയാണോ എഞ്ചിനീയറിംഗ് മേഖലയാണോ? മെഡിക്കൽ മേഖല. ഓക്കെ. ഒരുപാട് ഡോക്ടേഴ്സിനെ ബ്രില്യന്റിൽ തന്നെ നിന്നുണ്ട്? ഉണ്ട്. ഓക്കെ. എൻട്രൻസ് എക്സാമിലെ റിസൾട്ടുകൾ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ 1ാം റാങ്ക് ഓഫ് കേരളത്തിൽ ബ്രില്യൻറ്റിൽ നിന്നാണെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ബ്രില്യൻറ്റിൽ ചേരാൻ ആഗ്രഹം തോന്നി. അപ്പോൾ ഒരു എൻട്രൻസ് എക്സാമിലൂടെ വലിയ വിജയം നേടണമെന്ന ആത്മവിശ്വാസത്തോടെ സിനാൻ ആദ്യമായിട്ട് എൻട്രൻസ് പരിശീലിക്കുന്ന ബ്രില്യന്റിൽ നിന്നാണ്? അല്ല. ഓക്കെ. പിന്നെ അപ്പോൾ ഇതിനു മുൻപ് +1 +2 ഒരു എൻട്രൻസ് സ്ഥാപനത്തിലായിരുന്നു. ഓക്കെ. മലപ്പുറം ജില്ലയിൽ. അവിടുന്ന് അത്ര റിസൾട്ട് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ. അപ്പോൾ ഞാൻ റിപ്പീറ്റിന് ബ്രില്യൻറ്റിലേക്ക് വന്നു. ഓക്കെ. അപ്പോൾ ഇതിനു മുൻപ് ഒരു എൻട്രൻസ് സ്ഥാപനത്തിൽ +1 +2 പഠിച്ചു. അതിന് ശേഷമാണ് ബ്രില്യന്റിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിചാരിച്ചൊരു സ്കോർ ആദ്യ ടൈമിൽ കിട്ടിയിരുന്നില്ല. ആദ്യം കിട്ടിയിരുന്ന സ്കോർ എത്രയായിരുന്നു അപ്പോൾ ആ ഒരു കോച്ചിങ് സെന്ററിൽ പഠിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ എനിക്ക് 96 കിട്ടി.
96 ആയിരുന്നു ആ ഒരു സമയത്ത് കിട്ടിയിരുന്ന സ്കോർ. ഇപ്പോ ഒരു വർഷം ബ്രില്യന്റ് വന്ന് റിപ്പീറ്റ് ചെയ്തതിന് കിട്ടിയ സ്കോർ എത്രയാ മോനെ? 99.37. യെസ്, ഒന്ന് ഓർക്കണം, ബ്രില്യന്റ് എപ്പോഴും എല്ലാ കാലവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു എൻട്രൻസ് സ്ഥാപനമാണ് എന്ന് പറയുന്നതിന് പിന്നിൽ ഇത്രയും വലിയ റിസൾട്ടുകൾ ബ്രില്യന്റിന് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് പിന്നിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മോൻ എക്സ്പീരിയൻസ് ചെയ്തൊരു ബ്രില്യന്റ് ഉണ്ട്. കാരണം മറ്റൊരു സ്ഥാപനത്തിൽ പഠിച്ച മോന് തീർച്ചയായിട്ടും തുറന്ന് പറയാൻ പറ്റും എങ്ങനെയാണ് ബ്രില്യന്റ് വ്യത്യസ്തമാകുന്നത്, ബ്രില്യന്റ് എങ്ങനെയാണ് മോനെ ഈ ഒരു വിജയത്തിലേക്ക് നയിച്ചത് എന്നൊക്കെ മോന് സിനാന് ഞങ്ങളോട് പറയാൻ പറ്റും. അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും പറയാൻ പറ്റും. ഇവിടെ ആദ്യമായി ബ്രില്യന്റിൽ വന്നപ്പോൾ വേറെ ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. മുമ്പ് പഠിച്ച പോലെയല്ല, ബ്രില്യന്റ് ഒരു സ്ട്രക്ചർ ഉണ്ട്, ബ്രില്യന്റിന് ഒരു സിസ്റ്റം ഉണ്ട്, ബ്രില്യന്റിന്. ആ സിസ്റ്റം ഇവർ ഫോളോ ചെയ്യുന്നു. ക്ലാസ്സുകൾ ഒക്കെ നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. വീക്ക്ലി ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ്, മോക്ക് എക്സാം, ഇവരൊക്കെ ജെയ്മെയിൻ മോഡൽ തന്നെ ആയിരുന്നു. ഇതിലൂടെ എൻ്റെ സ്കിൽസ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ എൻ്റെ ജെയ്മെയിൻ പെർസെൻറ്റൈൽ കൂടി വന്നു. ഇപ്പോൾ 99.37 എത്തി. ഓക്കെ, വലിയൊരു കാര്യമാണ് അല്ലേ മോനെ സംബന്ധിച്ചിടത്തോളം. NIT ഒരു അഡ്മിഷൻ ഉറപ്പിച്ച ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഇത്രയും വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും സംസാരിക്കുന്നത്. ഒരുപാട് പേരുണ്ട് ബ്രില്യന്റിൽ. അങ്ങനെ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4000-ലും 5000-ലും അധികം വിദ്യാർത്ഥികളുണ്ട് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ ഇത്തവണ അത്ര വലിയ വിജയം നേടിയ വിദ്യാർത്ഥികൾ. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും IIT എന്ന സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് GE അഡ്വാൻസ്ഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. യെസ്, അപ്പോൾ ഈ ഒരു സമയത്ത് ബ്രില്യന്റ് ഫാമിലി മോനോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ ബ്രില്യന്റ് ടീമിനൊപ്പം നിന്ന് മോൻ്റെ ഒരു പഠന രീതി എങ്ങനെയാണ്? ഞാൻ JEE അഡ്വാൻസിന് പഠിക്കുന്നു. ഇവിടെ തന്ന റിവിഷൻ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ റെഫറൻസ് ബുക്ക് ഉപയോഗിക്കുന്നു. ഇതൊക്കെ എൻ്റെ പ്രിപ്പറേഷൻ കൂട്ടുന്നു. പിന്നെ ഇവിടെ വീക്ക്ലി യൂണിറ്റ് വൈസ് മോഡൽ എക്സാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു, അത് എഴുതുന്നു. ഇതിലൂടെ എനിക്ക് കോൺഫിഡൻസ് ഓരോ ആഴ്ചയും കൂടുന്നു. സിനാനെ, തീർച്ചയായിട്ടും സിനാൻ ഈ ഒരു വലിയ വിജയം നേടിയതിൻ്റെ ഒരു സന്തോഷം സിനാനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു പോസിറ്റീവ് വൈബ്. തീർച്ചയായിട്ടും സിനാനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സിനാൻ ബ്രില്യന്റിലേക്ക് എത്തുന്നു. ഇപ്പോൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ബ്രില്യന്റിൽ സിനാനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ബ്രില്യന്റിലെ എക്സാംസ് ആണ് അല്ലേ? അതിലൂടെയാണ് പതുക്കെ ഗ്രാജുവൽ ഗ്രോത്ത് ഒക്കെ അവർ സെൽഫായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങുന്നത്. സിനാൻ ഇവിടെ മോഡൽ എക്സാമിന് വരുമ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്ന സ്കോറും ഫൈനലി 99.37% സ്കോർ ആണെന്നുള്ളത് എല്ലാവരോടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആദ്യം കരസ്ഥമാക്കിയിരുന്ന സ്കോറും ആ ഒരു ഗ്രാജുവൽ ഗ്രോത്ത്, ഗ്രാഫ് എന്ന് പറയാം. അടുത്ത ബ്രില്യന്റിലെ മോഡൽ എക്സാം ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ എക്സാമിൽ എനിക്ക് കിട്ടിയ സ്കോർ ഒരു 200 റേഞ്ച് ആയിരുന്നു. അതൊരു ഈസി എക്സാം ആയതുകൊണ്ടാണ്. പിന്നെ എൻ്റെ മാർക്ക് കുറഞ്ഞു കൂടി അവസാനം ഒരു 200 മേലെ കൺസിസ്റ്റൻ്റ്ലി ഞാൻ പോകാൻ തുടങ്ങി. ഇവിടുത്തെ എക്സാം അത് സഹായിച്ചു. ഇവിടുത്തെ CBT ടെസ്റ്റ് ഒരു ജെയ്മെയിൻ ഫീൽ ആയതുകൊണ്ട് ജെയ്മെയിൻ എളുപ്പമായി. ഓക്കെ, ഇപ്പോൾ CBT ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ബ്രില്യന്റ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഇത് സ്വാഭാവികമായിട്ടും സിനാൻ ഏത് സെന്ററിലായിരുന്നു ബ്രില്യന്റ് പഠിച്ചത്? ഞാൻ കോഴിക്കോട് സെൻട്രലിലാണ് പഠിച്ചത്. കോഴിക്കോട് സെൻട്രലിലാണ് സിനാൻ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓൺലൈൻ എക്സാം സിസ്റ്റം ഇത്രയും വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് ബ്രില്യന്റ് ഇത് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നമ്പർ 1 വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു അടിപൊളി പരീക്ഷയാണ് ബ്രില്യന്റിന്റെ ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളോടുകൂടി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത സിനാന് കോഴിക്കോട് സെന്ററിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? കോഴിക്കോട് സെന്റർ ഒരു അടിപൊളി സെന്ററാണ്. അവിടുത്തെ അറ്റ്മോസ്ഫിയറും സറൗണ്ടിങ്സ് ഒക്കെ വളരെ എൻജോയബിൾ ആയിരുന്നു. ഡൗട്ട് ക്ലിയറൻസിന് വന്ന ടീച്ചർമാർ എല്ലാവരും എൻ്റെ ഡൗട്ട് സോൾവ് ചെയ്ത് തരുമായിരുന്നു. ബ്രില്യന്റിൻ്റെ മോഡൽ എക്സാം നടത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് CBT ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന റൂം, അത് ശരിക്കും ഒരു ജെയ്മെയിൻ ഫീൽ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ജെയ്മെയിൻ ആംബിയൻസിൽ നിന്നാണ് സിനാൻ പരീക്ഷ എഴുതിയിരുന്നത്. തീർച്ചയായിട്ടും ഫൈനൽ യഥാർത്ഥ ജെയ്മെയിൻ എന്നായിരുന്നു, ഏത് ഷെഡ്യൂളായിരുന്നു, അതുപോലെ തന്നെ അന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ശരിക്കും അവിടെ നിന്ന് ശരിക്കും സിനാൻ എന്താണ് ഫീൽ ചെയ്തത്? ബ്രില്യന്റിന്റെ എക്സാംസ് എഴുതിയ ഒരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഫീൽ ചെയ്തത് എന്താണ്? എൻ്റെ ഒറിജിനൽ ജെയ്മെയിൻ എക്സാം 24th ഷിഫ്റ്റ് 2 ആയിരുന്നു. ഓക്കെ, അന്ന് ഞാൻ എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യനൊക്കെ നോക്കി. അപ്പോൾ മനസ്സിലായി ഈ ക്വസ്റ്റ്യനൊക്കെ ഇവിടുത്തെ മോഡൽ എക്സാമിൽ ചോദിച്ച അതേ ടൈപ്പ് ചോദ്യമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി, ഞാൻ എഴുതി. ആ കോൺഫിഡൻസിലൂടെ എനിക്ക് 99.37% ലഭിച്ചു. യെസ്, ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. അതായത് ബ്രില്യന്റ് എപ്പോഴും പറയും ഒരു മോഡൽ എക്സാം പോലും വിദ്യാർത്ഥികൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം യഥാർത്ഥ എക്സാമിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ബ്രില്യന്റിൽ നിങ്ങൾ കണ്ട് പരിചിതമായിരിക്കണം. അവിടെ ചെല്ലുമ്പോൾ ഈ എക്സാമിൽ ഈ ഓരോ ചോദ്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കോൺഫിഡൻസ് ആണ് തീർച്ചയായിട്ടും ഈ വലിയ വിജയത്തിന് പിന്നിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു കോൺഫിഡൻസോടുകൂടി എക്സാം ഹാളിൽ കയറി ബ്രില്യന്റ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ആ തിരിച്ചറിവുണ്ടായ
ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ് സിനാൻ. സിനാൻ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി +1 +2 കാലഘട്ടം സിനാൻ പഠിച്ചത് ഒരു സ്റ്റേറ്റ് സിലബസിലാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് എപ്പോഴും പറയും ജെയ്മെയിൻ, അഡ്വാൻസ്ഡ് പോലുള്ള പ്രവേശന പരീക്ഷകളിൽ വിജയിക്കണമെങ്കിൽ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. അവരുടെ മുൻപിൽ നിൽക്കുകയാണ് ഏറെ അഭിമാനത്തോടെ. എത്രയാ സ്കോർ? 99.37 സ്കോർ കരസ്ഥമാക്കി. +1 +2 സ്റ്റേറ്റ് സിലബസിലെ പഠനം കഴിഞ്ഞ് ഒരു വർഷം ബ്രില്യൻറ്റിൽ വന്ന് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം സിനാൻ കരസ്ഥമാക്കിയ സ്കോറാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും സിനാനെ, അവർക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് അവരൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്തരത്തിൽ സ്കോർ ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ? ഒരാൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവന് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവന് സ്റ്റേറ്റ് സിലബസ് പഠിച്ച് വിചാരിച്ച് അവൻ്റെ എൻട്രൻസിന് ടഫായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. അവന് ജെഇ കിട്ടും എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവൻ കിട്ടും. അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ കിട്ടും. യെസ്, എക്സാക്ട്ലി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സിനാൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്ന ഏറ്റവും അധികം റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന സ്ഥലമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ കൂടി നിങ്ങൾ ബ്രില്യൻറ്റിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം എന്നത് ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ജെയ്മെയിൻ സെക്കൻഡ് സെഷനൊക്കെ എഴുതാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് സിനാനെ. തീർച്ചയായിട്ടും അവരെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് 99% സ്കോറിന് മുകളിൽ നേടിയ ബ്രില്യൻറ്റിലെ മിടുക്കരായ വിദ്യാർത്ഥികളുടെ വാക്കുകൾ തന്നെയാണ്. അപ്പോൾ സിനാൻ പറഞ്ഞോളൂ, എങ്ങനെയാണ് പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു സിനാൻ്റെ? ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം നിങ്ങൾ ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ എഴുതുക. നിങ്ങളുടെ കോൺഫിഡൻസ് അത് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവസാനം നിങ്ങൾ നേരിടുന്ന ജെയ്മെയിൻ ഏപ്രിൽ സെഷൻ പരീക്ഷയിൽ നിങ്ങൾക്ക് നന്നായി സ്കോർ കരസ്ഥമാക്കാൻ കഴിയും. യെസ്, തീർച്ചയായിട്ടും ബ്രില്യൻറ്റ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ഉടനടി അതിന് പരിഹാരമാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ. അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അതെ, തീർച്ചയായും. ഇവിടെ ഞാൻ റെഫറൻസിൽ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ കുറേ ടീച്ചർമാരുണ്ടാവും ഡൗട്ട് ക്ലിയറൻസിന്. അവർ എന്നെ സഹായിക്കും. ഞാൻ കൊടുക്കുന്ന ചോദ്യങ്ങൾ അവർ ഉത്തരം പറയും. ഇതിലൂടെ എനിക്ക് കോൺഫിഡൻസ് നേടും. അപ്പോൾ ബ്രില്യൻറ്റ് ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ ബ്രില്യൻറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? ബ്രില്യൻറ്റ് സ്റ്റഡി മെറ്റീരിയൽ തീർച്ചയായും നല്ല സ്റ്റഡി മെറ്റീരിയലാണ്. അതിലുള്ള കുറേ ചോദ്യങ്ങൾ ജെയ്മെയിൻ റെലവൻ്റ് ആണ്. യെസ്, അതുകൊണ്ട് തന്നെ അത് ചെയ്ത് പഠിച്ചപ്പോൾ എനിക്ക് ഇത്രയും നന്നായി സ്കോർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ബ്രില്യൻറ്റ് സ്റ്റഡി മെറ്റീരിയൽ. സിനാനെ സംബന്ധിച്ചിടത്തോളം സിനാൻ കോഴിക്കോട് ക്യാമ്പസിലാണ് പഠിച്ചതെങ്കിലും നമുക്കറിയാം ബ്രില്യൻറ്റിൽ 10,000-കണക്കിലധികം വിദ്യാർത്ഥികളുണ്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ +1 +2 ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടും ഒക്കെ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ജെയ്ക്ക് തയ്യാറെടുത്തപ്പോൾ സിനാൻ ഒറ്റയ്ക്കല്ല, സിനാനോടൊപ്പം കേരളത്തിലെ ടോപ്പ് നോച്ച് വിദ്യാർത്ഥികളുണ്ടായിരുന്നു ബ്രില്യൻറ്റിലെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ്, ഇത്രയും അധികം മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പമാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ്. അതിനെക്കുറിച്ച് എന്താ സിനാൻ പറയുന്നത്? തീർച്ചയായും നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ ഓരോ പരീക്ഷ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വരും. അതിൽ കാണാം ആരാണ് ടോപ്പ് സ്റ്റുഡൻസ് എന്ന് ആരെന്ന് കാണാം. അപ്പോൾ ഇവരെ തോൽപ്പിക്കാൻ അടുത്ത പരീക്ഷയിൽ നമ്മൾ കൂടുതൽ ശ്രമിക്കും. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഇവിടെ നടക്കുന്നു. ബ്രില്യൻറ്റിൻ്റെ സ്റ്റുഡൻസ് മാത്രമല്ല, പിന്നെ ഇന്ത്യയിലെ തന്നെ മികച്ച ടോപ്പ് നോച്ച് ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്നത്. യെസ്, അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ആ ഒരു ഫാക്കൽറ്റീസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ എന്നും റിസൾട്ടുകളിലൊക്കെ ഇടം പിടിച്ചിരുന്ന പേരാണ് സിനാൻ പോറോളി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സിനാന് വലിയൊരു വിജയമാണ് നേടാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു ലക്ഷ്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോ അല്ലെ, ഒരു കട്ടമ്പയും കൂടെ കിടക്കാണ്ട്. യെസ്, ജെഇ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. എന്റെ ലക്ഷ്യം IIT മദ്രാസ് സർക്യൂട്ടൽ ബ്രാഞ്ച് ആണ്. ഇതിനുവേണ്ടി ഞാൻ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നു. യെസ്, അപ്പൊ സിനാൻ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വിദ്യാർത്ഥിയാണ് കേട്ടോ. കാരണം സിനാൻ പറഞ്ഞു കേട്ടല്ലോ, സിനാന് കൃത്യമായ ഉത്തരവുണ്ട്, IIT മദ്രാസിൽ സർക്യൂട്ടൽ ബ്രാഞ്ച്. യെസ്, അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സിനാൻ ഇപ്പോൾ സിനാന്റെ പഠനം തുടരുന്നത്. ജെഇ അഡ്വാൻസ്ഡ് എന്ന പരീക്ഷയിൽ ബ്രില്യൻറ്റിന് മുന്നിൽ നിന്ന് അവകാശപ്പെടാൻ നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടാവും. ആ നിരവധി വിദ്യാർത്ഥികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയായിരിക്കും സിനാൻ പോറോളി. എല്ലാവിധ ആശംസകളും നേരുന്നു. ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.